ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ബ്രിസ്ബെയിനിൽ നിന്ന് വെറും 1 അവർ മാത്രം ഡ്രൈവുള്ള ഗോൾഡ് കോസ്റ്റിലെ ബെർലി ഹെഡ്സ് നാഷണൽ പാർക്കിലോട്ട് ഒരു ഹൈക്കിങ്ങിന് പോവുക. ഇവിടെ 3 മെയിൻ ഹൈക്കിംഗ് ട്രാക്സാണ് ഉള്ളത്. ഫസ്റ്റ് ഓഷ്യൻ വ്യൂ ഉള്ള ഒരു ട്രാക്ക്, പിന്നെ റെയിൻ ഫോറസ്റ്റ് സർക്യൂട്ട്, പിന്നെ ഒരു ലുക്ക് ഔട്ട്. നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് തന്നെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ചെയ്തത് ഓഷ്യൻ വ്യൂ ട്രെയിലാണ്. അതൊരു 20 to 30 മിനിറ്റ്സ് എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ നടക്കുന്ന ഈ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ബീച്ച് ആക്സസ് ചെയ്യാനുള്ള സ്പോട്ടുകളുണ്ട്. അവിടുന്ന് സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ നല്ല രസമാണ്. ഭയങ്കര ഷാലോ ആയിട്ടുള്ള വാട്ടറുമാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ഒരു ഗ്രീക്ക് സ്റ്റൈലിൽ ബിൽഡ് ചെയ്തേക്കുന്ന ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് കാണാം. അതിൻ്റെ ബിൽഡിങ്ങും കളറൊക്കെ നല്ല രസമാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഈ ട്രെയിൽ നമ്മൾ തിരിച്ചു വിടുന്ന ഒരു റെയിൻ ഫോറസ്റ്റ് സർക്യൂട്ടിലോട്ടാണ്. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. അവിടെ നമ്മൾ കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയും പിന്നെ ഫിഗ് ട്രീയും ഫേൺസും അങ്ങനെ കുറേ സംഭവങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്തു. ഇതൊക്കെ കണ്ട് നമ്മൾ നടന്ന് നേരെ ചെല്ലുന്ന ടുങ്കൻ ലുക്ക് ഔട്ടിലോട്ടാണ്. നല്ല റിലാക്സിങ് ആയിട്ടുള്ള സ്പോട്ടാണ്. നല്ല കാറ്റൊക്കെ ആയിട്ട് എൻ്റയർ ഗോൾഡ് കോസ്റ്റിൻ്റെ കോസ്റ്റ് ലൈൻ ഫുൾ നമുക്ക് അവിടെ നിന്നാൽ കാണാം. ഇനിയിപ്പോൾ നമ്മൾ ജൂൺ ടു നവംബറിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ വെയിൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഈ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് 25 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് എത്തുന്ന കറുമ്പിൻ വാലി റോക്ക് പൂളിലോട്ടാണ് നമ്മൾ പോയത്. പാറക്കെട്ടിൻ്റെയും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കായി വെള്ളക്കെട്ട് വരുന്നത്. അതുകൊണ്ട് നല്ല പീസ്ഫുള്ളോ ഒത്തിരി ആൾത്തിരക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയി. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു.